നമസ്കാരം. അങ്ങനെ അമ്മ ഒന്നുകൂടി ചത്തു, അഥവാ ഒന്നുകൂടി കൊന്നു. ശ്വേത മേനോൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അമ്മയ്ക്ക് മാനക്കേടുണ്ടാക്കി നാണക്കേടുണ്ടാക്കി. അത്രേ, ആദ്യമായിട്ടൊന്നല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും കൂടി രാജിവെച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ വളരെ പണ്ടിങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന സംഘടനകളിൽ അതിൻ്റെ ആദ്യ കാലഘട്ടം, ഒരു മധുവിധു കാലഘട്ടത്തിൽ അതിൻ്റെ നേതൃത്വം അത് സിനിമാരംഗത്ത് തന്നെ നടീനടന്മാരുടെ മേഖലയിൽ ഔന്നത്യമുള്ള ആളുകൾ, ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ, വലിയ നടന്മാരും ചില നടികളൊക്കെ കൂടിയിട്ടാണ്. അങ്ങനെയാണ് ഭരണസമിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ അനുസരിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരായിരുന്നു. അവരുടെ ബഹുമാനം ഉണ്ടായിരുന്നു, ഭയവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പോൾ എല്ലാ അലവരാദികളും ഇലക്ഷനാണ്. എല്ലാ അലവരാദികളും കൂടി അവരുടേതായിട്ട് ലോബിയിങ് നടത്തി അവിടെ വന്ന് കയറും. സുപ്രശസ്ത സിനിമാ നടി എന്നൊക്കെ പറഞ്ഞാൽ കയറുക. ഒരു കുക്കു പരമേശ്വരനുണ്ട്. ഇവരേത് സിനിമയിൽ അഭിനയിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ദാമോദരൻ്റെ മകളൊരു ദിതി ദാമോദരൻ. ദിതി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഭാഷയാണ്. ഇന്ത്യൻ ഭാഷ അവർക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴല്ലേ അതിനൊരു മഹത്വം ഉണ്ടാകുക. ദാമോദരൻ ചേച്ചി എന്ന് വിളിച്ചാൽ പോരെ, ദിതി ദാമോദരൻ. അതങ്ങനെ വരണം. ഇവർക്കൊക്കെ സിനിമാരംഗത്ത് എന്താണ് ഇവരുടെയൊക്കെയും ഭാഗതയെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നത് ഇപ്പോൾ. ഏതായാലും മോഹൻലാൽ, മമ്മൂട്ടി പോലുള്ള ആളുകളൊക്കെ സ്ഥലം കാര്യമാക്കി. അവർക്ക് മനസ്സിലായി ഇതൊരു അങ്ങാടിയാണെന്ന് മനസ്സിലായി, കുടിച്ചങ്ങാടി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് മെഴുകിക്കഴിഞ്ഞാൽ അവരും നാണം കെടുന്ന് അവർക്ക് മനസ്സിലായി. പൊതുസമൂഹത്തിലിപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെക്കുറിച്ച് എന്തൊരു ധാരണയാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മൾ കാണുന്നതിനും വിട്ട് പല സംഭവങ്ങളുണ്ട്. അത് സമൂഹം അറിയേണ്ട ഒരു കാര്യമാണ്. സിനിമക്കാർ മാത്രം അറിയേണ്ട ഒരു കാര്യമല്ല വാസ്തവത്തിൽ. എന്തിനാണ് സിനിമയിലൊരു തൊഴിലാളി സംഘടന ഉണ്ടാക്കിയത്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും ഉത്തരമാകും. കലാകാരന്മാർക്ക് ഒരു സംഘടന അതൊരിക്കലും പ്രാക്ടിക്കലല്ല. പ്രത്യേകിച്ചും സിനിമാ രംഗത്തുള്ള കലാകാരന്മാർ, നടീനടന്മാർ. അതിനൊരു കാരണമുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു കമ്പനി, തൃശ്ശൂർ കുറേ ഓട്ട് കമ്പനികളുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഓട്ട് കമ്പനിയിൽ പോലെ നിരവധി ജോലിക്കാർ, അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സൂപ്രണ്ട്, മാനേജർ, മേസ്ത്രിമാർ. അതിനനുസരിച്ച് അവർക്ക് ശമ്പളം ഫിക്സ് ചെയ്യും. കൂലി അല്ലെങ്കിൽ ശമ്പളം ഫിക്സ് ചെയ്യും. ആഴ്ചയിൽ ഒരിക്കലാണ് അത്ര, അവിടെ ചിലടത്ത് മാസത്തിലൊരിക്കൽ. 10, 30, 20, 40 വർഷം ഒരുമിച്ച് തന്നെ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, അവിടെ നടക്കുന്ന യൂണിയനുകൾ, സംഘടനകൾ, അതുമായിട്ട് സിനിമാ രംഗത്തെ എങ്ങനെയാണ് സംയോജിപ്പിക്കാൻ കഴിയുക? സിനിമ വാസ്തവത്തിൽ പീസ് വർക്ക് എന്ന് പറയാം. അവരുടെ കയ്യിലുള്ള സാമഗ്രി, അഭിനയശേഷി അത് കൊടുക്കുന്നു, പൈസ വാങ്ങിച്ചു വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകുന്നു. അവിടെ ഒരു കമ്പനിയില്ല,
അവിടെ മുതലാളിയുമില്ല, അവിടെ തൊഴിലാളിയുമില്ല. ആ കൂട്ടായ്മ ഈ കൊടുക്കൽ വാങ്ങൽ അവസാനിക്കുകയാണ്. അത് ഷൂട്ടിംഗ് എന്ന് പറയും. അത് ഏറി വന്നാൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം, അത് കഴിഞ്ഞാൽ ബന്ധം കഴിഞ്ഞു. പണ്ട് കാലത്ത് കുഞ്ചാക്കോ അവர்களுടെയും സുബ്രഹ്മണ്യൻ സ്വാമിയുടെയും കാലഘട്ടത്തിൽ മാസ ശമ്പളം ഉണ്ടായിരുന്നത്രേ. കാരണം അന്ന് സിനിമയുടെ ജോലികളെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എല്ലാം സ്ഥിര ജോലിയായിരുന്നു. ഒരു സിനിമ ആരംഭിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും കാർഡ് വിടും, ഓക്കെ വാ. അവരെല്ലാവരും കൂടി ഒരു കലാനിലയം, ഡ്രാമാസ്കോപ്പ് പോലെയായിരുന്നു സിനിമയുണ്ടായിരുന്നത്. നാടകരംഗത്ത് ഈ ഒരു പ്രവണത കാണാൻ കഴിയും. സ്ഥിരമായിട്ടൊരു നാടകശാലയിൽ 1, 2, 5, 10 വർഷമൊക്കെ KPC ഖാൻ, ജോസഫ് ഏട്ടൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ, KPC സുലോചന അടക്കം ആ കാലഘട്ടം, അവിടെയൊക്കെ KPSCക്ക് അകത്തൊക്കെ 10-20 വർഷം അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് മാസശമ്പളം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു നാടകത്തിന് പത്തയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. കലാനിലയം പോലുള്ള നാടകവേദികളിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നു വന്നിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത് തൊഴിലാളിയാണ്. കൃഷ്ണൻ നായർ അതിൻ്റെ മുതലാളിയാണ്, കലാനിലയം കൃഷ്ണൻ നായർ. ആയതുകൊണ്ട് തന്നെ അതിനെ സർക്കസ് കൂട്ടാരെന്ന് വിളിച്ചിട്ടുണ്ട് നമ്മളെ NN പിള്ള സാറ്. അവിടെ അങ്ങനെ ഉത്തമോത്തമന്മാരായിട്ടുള്ള കലാകാരന്മാരായിരുന്നില്ല, ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. തൊഴിലാളികളാണ്. ആ തൊഴിലാളികളുടെ സ്വരൂപമാണ്. അവരവരുടെ കുന്തം പിടിക്കുന്നതിനകത്ത് കുന്തം പിടിക്കുക, വെഞ്ചാമരം വീശുന്നതിനകത്ത് വെഞ്ചാമരം വീശുക, കല്യാണപ്പന്തലിൽ വന്ന് വായ്ക്കൊര വിടുക. അതൊക്കെ ഒരു ജോലി പോലെ നടന്നു വരുന്നു. അവിടെ ഒരു തൊഴിലാളി കൂട്ടായ്മ അനുപേക്ഷണീയമാണ്. സ്ഥിരമായിട്ട് കഴിഞ്ഞുകൂടല്ലേ. ഞങ്ങളുടെ കുളിമുറിയിൽ സ്ഥലം പോരാ, വലിയ ബുദ്ധിമുട്ടാണ് കാലത്ത് കുളിമുറിയിൽ പോകാനും കക്കൂസിൽ പോകാനും. അതുകൊണ്ട് സാറേ ഞങ്ങൾക്കൊരു കുളിമുറി കെട്ടിത്തരണം ഒന്നും കൂടി എന്നൊക്കെ പറയാനൊരു സംഘടന വേണമല്ലോ. അതിൻ്റെ സിസ്റ്റം അതായതുകൊണ്ട് അവിടെ ഒരു തൊഴിലാളി കൂട്ടായ്മ അനുപേക്ഷണീയമാണ്. എന്നാൽ സിനിമയുടെ കാര്യം അങ്ങനെയല്ല. അവിടെ തൊഴിലാളി മുതലാളിമാരെന്നുള്ള സങ്കല്പം ഇപ്പോഴില്ല. അവർ വരുന്നു, അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, സാമഗ്രി, അതായത് അഭിനയശേഷി, അത് അവർ കൊടുക്കുന്നു, അതിൻ്റെ പണം വാങ്ങിക്കുന്നു, അവിടെ നിന്ന് പോകുന്നു, കഴിഞ്ഞു. വഴിയോര കച്ചവടക്കാരുടെ പോലെയാണ്. ഉന്തുവണ്ടിയിൽ തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ അതിൻ്റെ പണവും കൊടുക്കുക, അവിടെ അവസാനിച്ചു. അയാളുടെ വഴിക്ക് പോയി. ഇതേപോലെ സിനിമയിലും അവർ വരുന്നു, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള കൂലി അവർ വാങ്ങിക്കുന്നു, പോകുന്നു. അവിടെ എന്തിനാണ് INTUC, CITU, BMS പോലുള്ള സംഘടന? അതിൻ്റെ പുറകിൽ ചില തേർഡ് റേറ്റ് ബിസിനസ്സുകളുണ്ടെന്നുള്ളതാണ് സത്യം. സിനിമാ രംഗം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. സിനിമാ രംഗം ഇപ്പോൾ പ്രശസ്തി, പണം, അത് പെട്ടെന്നുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രംഗമാണ്. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് നോക്കുന്ന പോലെയല്ല. ഇന്ന് മലയാള സിനിമയിൽ ഈ പറഞ്ഞൊരു കാര്യം, പ്രശസ്തിയും പണവും കൃത്യമായിട്ട് മുടക്കമില്ലാതെ, ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വർഗം അതൊരു ന്യൂനപക്ഷം മാത്രമാണ്. മലയാള സിനിമയിൽ അൺഅവോയ്ഡബിളായിട്ടുള്ള ചില പേഴ്സണാലിറ്റികൾ, മമ്മൂട്ടി ചെയ്യണ വേഷം മമ്മൂട്ടി ചെയ്യണം, മോഹൻലാൽ ചെയ്യണ വേഷം മോഹൻലാൽ ചെയ്യണം. പിന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ ഒരു യേശുദാസും. അതിലപ്പുറം നിങ്ങൾ പറ ആരുണ്ട്? അനുപേക്ഷണീയമായിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത പേഴ്സണാലിറ്റികൾ ആരുണ്ട് മലയാള സിനിമയിൽ? നടികളുമില്ല, നടന്മാരും പറയില്ല. ബാക്കിയുള്ളവരുടെ പലരുടെയും കാര്യം കഷ്ടതരമാണ്. നമ്മളറിയുന്ന പല സിനിമക്കാരും അന്നന്നത്തെ അഷ്ടിക്ക് വകവെപ്പിക്കാൻ കഷ്ടപ്പെടുന്നവരാണ്. നാളെ ആരോ പറയണത് കേട്ടു, ഗായകൻ MG ശ്രീകുമാർ സിനിമയിൽ പാടിയിട്ട് 1/4 നൂറ്റാണ്ടായി എന്ന്. ചാൻസുകളില്ല.
അപ്പോൾ പിന്നെ അവിടെയും ഇവിടെയും ഇരുന്ന് 10,000-ൻ്റെ കേസും പറഞ്ഞ് തമാശകൾ പറഞ്ഞ് അങ്ങനെ ചാനലുകളിൽ അവതാരകന്മാരായിട്ട് അതൊക്കെ പറ്റുള്ളൂ. കാരണം അവർക്ക് വേറെ വകുപ്പില്ല. ആ ഒരു അവസ്ഥയാണ് സിനിമക്കാരിൽ പലർക്കും ഉള്ളത്. ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2-3 വർഷം ചിലപ്പോൾ അതിനപ്പുറവും കാത്തിരിക്കേണ്ട ഗതികേടാണ് സിനിമക്കാർക്കുള്ളത്, ഭൂരിഭാഗം സിനിമക്കാർക്കുള്ളത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പട്ടിണിയും പരിവട്ടവും, രോഗം വന്നു കഴിഞ്ഞു ചീഞ്ഞളിഞ്ഞു. പലയിടത്തും ഉണ്ടായിട്ട് തൊടുപുഴ വാസന്തിക്കൊക്കെ ഉണ്ടായ കാര്യമാണ്. ഷൊർണൂരിൽ നിന്നുള്ളൊരു നടി, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവസാന കാലഘട്ടത്തിൽ മരണത്തോട് അവർ സ്വാഗതം മോദിയിട്ടുണ്ട്, മരണമേ വരൂ എന്ന് പറഞ്ഞിട്ട്. അത്രയും ഗതികേടുകൾ. ഈ ഒരു സാഹചര്യത്തിൽ സിനിമാ രംഗത്തേക്കുള്ള കലാകാരന്മാരുടെ തള്ളിക്കയറ്റം, സിനിമാ മോഹവുമായിട്ട് വരുന്ന ആളുകളുടെ തള്ളിക്കയറ്റം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഉള്ളവർക്കോ ഗതിയില്ല, ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്നവർക്കോ ഗതിയില്ല. അപ്പോൾ പിന്നെ വീണ്ടും സുനാമി പോലെ നടീനടന്മാർ വന്ന് കയറിയാൽ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? ആ ഒരു സാഹചര്യത്തിൽ തൊഴിലാളി സംഘടനകൾ ചെയ്യുന്നത് പോലെ അവരുടെ മേഖലകളിലെ, അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ പുറത്തു നിന്ന് ആരും ഓടിക്കയറാതിരിക്കാൻ വേണ്ടി അവർ വലിയ വേലിക്കെട്ടുകൾ, വലിയ മതിലുകൾ ഉണ്ടാക്കി ചുറ്റും കിടങ്ങ് കുഴിച്ചു. അതാണ് ഈ അമ്മ എന്ന് പറയുന്ന തൊഴിലാളി സംഘടന. പിന്നീട് അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചു. ആരുടെയെങ്കിലും ജോലി നഷ്ടപ്പെടുമ്പോൾ, ജോലി ചെയ്യാൻ കഴിവില്ലാതെ വരുമ്പോൾ അവരവരുടെ ആ ജോലി മറ്റൊരാൾക്ക് മറച്ചു കൊടുക്കാറുണ്ട്. CITV തൊഴിലാളികളൊക്കെയും ചെയ്യുന്നതാണ്. അവിടെ ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശം അവർ വിൽക്കാറുണ്ട്. അതിനവർ പറയും തലയെക്കെട്ട് കൊടുത്തു എന്നാണ് പറയുക. തലയെക്കെട്ട് കൊടുത്തു പറഞ്ഞാൽ വിശ്വസിക്കില്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഒരു തലയെക്കെട്ടിൻ്റെ വില. പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ്, ഒരു തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ, വയസ്സാകുമ്പോൾ ആ ജോലി അയാൾ എന്ത് ചെയ്യും? ഒന്നിലോ തലയെക്കെട്ട് മറച്ച് വിൽക്കും പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കും, മകന് കൊടുക്കും, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കും. ഇതാണ് കണ്ടുവരുന്നത്. ഇവിടെയും സിനിമാ രംഗത്തും ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സിനിമാ തൊഴിലാളി സംഘടന ഉണ്ടാക്കിയത്. ഇപ്പോൾ ഏതെങ്കിലും കലാകാരൻ സിനിമാ രംഗത്തിൽ കയറി വരാൻ ശ്രമിച്ചാൽ ഈ തൊഴിലാളി സംഘടനകളുടെ വലുതായിട്ടുള്ള മുള്ളുകമ്പികൾ കൊണ്ട് സൃഷ്ടിച്ച വേലിക്കെട്ടുകൾ അതിൽ കൂടെ നുഴഞ്ഞു കയറണം, വലിയ മതിൽക്കെട്ടുകൾ ചാടിക്കിടക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗേറ്റ് ബ്രേക്കിംഗ് നടത്തണം. ഇനി അങ്ങനെ ചാടിക്കടന്നാലും അവിടെ വലിയ രൂപത്തിൽ അവർക്ക് പല കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വരുന്നു, പല സങ്കടങ്ങളും സഹിക്കേണ്ടി വരുന്നു, പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും സഹിക്കേണ്ടി വരുന്നു. എന്നാൽ ഗോഡ് ഫാദർ സിസ്റ്റം ഈ സംഘടനയിലുള്ള ആളുകളുടെ സിൽബന്തികൾക്ക് അവിടേക്ക് എളുപ്പത്തിൽ കടന്നു വരാനും കഴിയും. അങ്ങനെയാണ് മമ്മൂട്ടിയുടെ മകൻ, മോഹൻലാലിൻ്റെ മകൻ, TJ വിയുടെ മകൻ, അങ്ങനെയുള്ള പല ആളുകളും ആ കെയർ ഓഫിൽ കയറി വരുന്നവരാണ്. അങ്ങനെ സിനിമ രംഗം അതിൻ്റെ ചുറ്റും വലിയ മതിൽക്കെട്ടുകൾ പണിത് അതിൻ്റെ അകത്താക്കി മാറ്റി. ഇനി ആരും ഇവിടെ വരണ്ട. പക്ഷെ അതോടുകൂടി സിനിമാ രംഗത്ത് തൊഴുത്തിൽ കുത്താരംഭിച്ചു. ഒരേ തൊഴിൽ, ഒരു കൂട്ടം മൃഗങ്ങൾ അനവധി കാലം ഒരേ തൊഴുത്തിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? തൊഴുത്തിൽ കുത്തുണ്ടാകും. പണ്ട് നസീർ സാറിൻ്റെയും സത്യൻ സാറിൻ്റെയും കാലഘട്ടത്തിൽ അവർ വരുന്നു, വല്ലപ്പോഴും കാണുന്നു. എന്താ നസീറെ, സുഖമാണോ? ഇപ്പോൾ നസീർ, ഓ അങ്ങനെ തന്നെയാണ്, അങ്ങേക്ക് സുഖമല്ലേ ഇത് ചോദിച്ചു. ആ അഭിനയം കാഴ്ചവെച്ചു, നല്ല പാറപ്പുറത്തിരുന്ന് ആഹാരം കഴിച്ചു, ഒരു കാറിൽ 10 ആളൊക്കെ സഞ്ചരിക്കുക, അവരെ വഴിക്ക് പോയി. അപ്പോൾ സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരേ തൊഴുത്തിൽ കുറേ മൃഗങ്ങൾ
നടികളും വെടികളും എല്ലാവരും കൂടിയുടെ എത്തിക്സും വാല്യൂസും അന്തസ്സും ആഭിയാത്യവും തറവാടിത്തൊക്കെയും ചുരുക്കമാണ്. അവർ താമസിക്കുമ്പോൾ തൊഴുത്തിൽ കുത്തുണ്ടാകുന്നതിൽ അത്ഭുതമുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ നടീനടന്മാർ എനിക്കറിയാം, ചാകര സിനിമയോ മറ്റോ ഉണ്ടായിരുന്നു. അതിൽ ജയൻ, ശ്രീവിദ്യ, ടി ജി രവി 3 പേരൂടി ഒരുമിച്ച് കാറിൽ ഇറങ്ങിവെന്ന് ഞാൻ കണ്ട. ഇപ്പോൾ സംഭവിക്കൂ? ഇന്നൊരു നടൻ്റെ കാറിൽ, ഒരു നടിയുടെ കാറിൽ വേറെ ആളെ കാണാൻ കഴിയില്ല. ആ വിധത്തിൽ കാട്ടുമൃഗങ്ങളെപ്പോലെ ജാതി തിരിച്ച് ആനകൾ മേയുന്ന സ്ഥലത്ത്, ചെന്നായ്ക്കൾ മേയുന്ന സ്ഥലത്ത് തമ്മിൽ ബന്ധമില്ലാതെ ഒരേ കാട്ടിലാണെങ്കിലും ഒരേ തൊഴുത്തിലാണെങ്കിലും കഴിഞ്ഞുകൂടുന്നു. അതാണിപ്പോൾ സിനിമാരംഗവും. സിനിമാരംഗത്ത് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കലാരംഗത്തുള്ള സിദ്ധികൾ മാത്രം പോരാ എന്നായിട്ടുണ്ട്. തിലകനയ്ക്ക് അങ്ങനെയാണ് ചവിട്ടി പുറത്താക്കപ്പെട്ടത്. അവിടെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും പിന്നെ പണത്തിൻ്റെ പേരിലും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പടവെട്ട് നടത്തേണ്ടിയിരിക്കുന്നു. അപ്രകാരം അമ്മ എന്ന സംഘടനയിൽ ക്രിസ്ത്യൻ ലോബിയുണ്ടായി, മുസ്ലിം ലോബിയുണ്ടായി, ഹിന്ദു ലോബിയും വളർന്നു വന്നു. ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നായർ ലോബി, എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ലോബി, പിന്നെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഈഴവ ലോബി. ഇതെല്ലാം പരസ്യമായിട്ടുള്ള രഹസ്യങ്ങളാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തമ്മിൽ യാതൊരു ബന്ധവും കൃത്യമായിട്ട് വയ്ക്കാൻ കഴിയാത്ത സിനിമാ രംഗത്ത് ഒരു സംഘടനയ്ക്ക് നിലനിൽപ്പില്ലാതെ വരുന്നത് അത്ഭുതകരമായിട്ടൊരു കാര്യമല്ല. അത് മനസ്സിലാക്കാൻ കുറച്ചു കാലം എടുത്തു എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ആ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനിയും വേണ്ടുന്നത് അമ്മ എന്ന സിനിമാ സംഘടനയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. മണ്ടരി ബാധിച്ച തെങ്ങ് വില്ലേജ് ഓഫീസിൽ പോയി അവർ പറഞ്ഞു, ഇത് തെളിച്ചാൽ മതി, അത് തെളിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെയും മണ്ടരി മാറുന്നില്ല, എന്നാൽ ഇത് തെളിച്ചോ, എന്നിട്ട് മണ്ടരി മാറുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇനി അവസാനം നമുക്ക് നല്ലൊരു പ്രയോഗമുണ്ട്, വീട്ടിൽ വെട്ടവത്തിയുണ്ടല്ലോ, ആ മണ്ടയെ വെട്ടി കളഞ്ഞേക്ക്, പിന്നെ മണ്ടരി വരില്ലല്ലോ, ആ തെങ്ങ് തന്നെ പോയില്ലേ. അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെയും അതാണ് സംഭവിക്കാൻ പോകുന്നത്. അമ്മ എന്ന സംഘടനയെ അതുപോലെ സിനിമാക്കാർ സ്വയം തൊഴിലാളികളായിട്ട് വിധി എഴുതി തൊഴിലാളി സംഘടനകളെ അതേതായാലും അതവിടെ പ്രാക്ടിക്കലല്ല, അതിനെ മണ്ട വെട്ടിക്കളയുന്ന പോലെ അതിനെ അങ്ങോട്ട് കുഴിച്ചു മൂടുക, കുഴിച്ചു മൂടുക. പണ്ടത്തെ പോലെ സെറ്റിലേക്ക് വരിക, തങ്ങളുടെ ഭാഗം അഭിനയിച്ചു തീർക്കുക, തങ്ങൾക്ക് അവകാശപ്പെട്ട റെമ്യൂണറേഷൻ അത് വാങ്ങിച്ചു കൊണ്ടുപോവുക. അങ്ങനെയാവുമ്പോൾ വല്ലപ്പോഴൊക്കെ കാണുന്ന സമയത്ത് വലിയ സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. ഷീലാമ്മയൊക്കെ ഇപ്പോൾ ആ കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇനി പുതിയൊരു അമ്മയെ കെട്ടിപ്പൊക്കാൻ വീണ്ടും തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ് രമേശ് പിഷാരുടെ നേതൃത്വത്തിൽ. അത് 4 മാസം വീണ്ടും തിരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ വീണ്ടും അടിപിടി, എല്ലാ വിധത്തിലുള്ള നാറ്റക്കേസുകൾ. അത് കഴിഞ്ഞാൽ വീണ്ടും പിരിച്ചുവിടൽ, പിന്നെ വീണ്ടും അഡ്ഹോക്ക് കമ്മിറ്റി. അത് കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പ്. ആ സമയത്ത് വീണ്ടും അടി. അങ്ങനെ പോകും കാര്യങ്ങൾ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സിനിമ ഒരു ഓട്ട് കമ്പനിയല്ല. അവിടെയുള്ളവർ ഓട്ട് കമ്പനി തൊഴിലാളികളുടെ പോലെ കൂലി വാങ്ങിച്ച് ജീവിക്കുന്നവരുമല്ല. ആ ഒരു ബോധം ആദ്യം ഉണ്ടാകേണ്ടത് കലാകാരന്മാർക്കാണ്. നാടകാന്തം കവിത്വം എന്ന് പറയും. അതിനെ തെറ്റായിട്ടാണ് കേരളീയർ വ്യാഖ്യാനിക്കുന്നത്. നാടകത്തിൻ്റെ അവസാനം കവിയാകും എന്നല്ല, കവിത്വത്തിൻ്റെ അവസാനം അതിൻ്റെ അന്ത്യം നാടകത്തിലാണെന്നുള്ളതാണ്. നാടകമാണ് അന്ത്യം എന്തിൻ്റെ? കവിത്വത്തിൻ്റെ. പക്ഷെ ഇവിടെയുള്ള മലയാള വിചക്ഷണന്മാർ തെറ്റിയിട്ടാണ് പറയുക. നാടകക്കാർക്ക് കൂടുതൽ കഴിവൊന്നും വലിയ കവികളാവുന്നു. അതല്ല, തിരിച്ചാണ്. ആയതുകൊണ്ട് തന്നെ കൈലാസത്തിലും വൈകുണ്ഠത്തിലും ദേവന്മാർ തമ്മിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവസാനം അവർ സമീപിക്കുക
കലാകാരന്മാരെയാണ്. സന്യാസി വര്യന്മാരും ഋഷീശ്വരന്മാർ വരെ സമീപിക്കുന്നത് ഹനുമാൻ കലാകാരനാണ്, ശ്രീകൃഷ്ണൻ കലാകാരനാണ്, ശ്രീകൃഷ്ണ സംഗീതം തന്നെയുണ്ട്. നാരദർ കലാകാരൻ, അവരെ സമീപിക്കുക. കലാകാരന്മാർക്ക് ഔന്നിത്യമുണ്ട്, അത് അവർ മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരുണ്ട്, അവർക്കൊരു കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. കാരണം അവർ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കീഴിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. എനിവേ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയും ഈ സംഘടനയെ പുതിയ ചായം തേച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അമ്മ എന്നുള്ള പേര് മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു, സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്കും തോന്നുന്നുണ്ട്. നമസ്കാരം.